ഖുതുബിയത്ത് അൽഹംദുലില്ലാ നമ്മളെ നാട്ടിൽ എത്രയോ കാലം മുമ്പേ ചെയ്തു പോരുന്ന സംഗതിയാണ്. ഇപ്പം അതിനോടൊക്കെ ഒരു ഇമ്മിഷ്ടം പലർക്കും തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ട്. അള്ളാഹു ആല അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് നമ്മളെ നാടെത്തിയാൽ ദീനെന്നെ ഇവിടുന്ന് തകർന്നു പോകും. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ വിളിക്കൽ അത് സുന്നത്തായൊരു കർമ്മമാണ്. അത് മുത്തുനബി പഠിപ്പിച്ചതാണ്. പിന്നെ ഞാൻ അവിടെ വേറെ ആളവിടെ കൈയിടേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ വാഹനങ്ങൾ, ഒട്ടകങ്ങൾ നിങ്ങൾക്ക് വഴിപ്പെടാതെ അത് ഓടുകയോ അത് തകരാറ് ചെയ്യുകയോ ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഫല്യുനാദി യാ ഇബാദല്ലാഹി യഹ്ബിസൂ, ഔലിയാക്കളെ എൻ്റെ വാഹനങ്ങളെ നിങ്ങൾ തടഞ്ഞു വെക്കുക എന്ന് വിളിക്കൽ സുന്നത്താണ്. അത് സുന്നത്താണെന്ന് ഇമാമിങ്ങളൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഔലിയാക്കളെ വിളിക്കൽ സുന്നത്താണെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചതാണ്. ഇത് തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹസനുൽ ഗൈരിഹി എന്ന സ്റ്റേജുള്ള ഹദീസാണ്. അത് ഫുതുഹാത്തുർ റബ്ബാനിയെ പരിശോധിച്ചാൽ കാണുന്നതാണ്. ഇത് അദ്കാറുൽ ഇമാം നവവി സുന്നത്തായി പറഞ്ഞതാണ്. ഇമാമിങ്ങളൊക്കെ പറഞ്ഞതാ. എന്നിട്ട് അതിൻ്റെ അതിരിൽ ചിന്തിക്കാൻ മാത്രം ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ ഈ വൃത്തത്തിൻ്റെ പുറത്താണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലായില്ലേ? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നം വന്നാൽ മൻ അറാദ ഔനൻ അങ്ങനെയും കാണും ബസാറിൻ്റെ റിപ്പോർട്ടിൽ. അതുപോലെ തന്നെ ഇബ്നു സുന്നി തങ്ങളുടെ റിപ്പോർട്ടിലൊക്കെ മുത്തുനബിയാണ് പറഞ്ഞത് ഔലിയാക്കളെ വിളിക്കാൻ യാ അല്ലാഹ് എന്ന് വിളിക്കാൻ നമ്മളെ 100 വട്ടം പഠിപ്പിച്ച മുത്തുനബി യാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ ഉബൂദിയത്തിൽ അത്യുന്നതരായ മഹാന്മാരെ. അത് മലക്കുകളുമാകാം, ജിന്നുകളുമാകാം, ഔലിയാക്കളുമാകാം. ചില ആൾക്കാർക്ക് മലക്കുകളാണ് ഇനി തകരാറില്ല, മലക്കുകൾ അള്ളാഹുമായിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ജിന്നായാലും തർക്കടില്ല. മനുഷ്യന്മാരാകാൻ പാടില്ല വിളിച്ചിട്ട്. എന്തോ ഒരു ദേഷ്യമുള്ള മാതിരി വർഗത്തോട്. അല്ല, ജിന്നിനേക്കാൾ മലക്കിനേക്കാൾ മഹത്വപ്പെട്ടത് മനുഷ്യനാണ്. കറമല്ലാഹു ബനി ആദം എന്ന സ്റ്റേജ് മനുഷ്യനക്കാണ് അള്ളാഹു തആല കൊടുത്തിട്ടുള്ളത്. മലക്കുകളേക്കാൾ ശ്രേഷ്ഠമായവരാണ് മനുഷ്യർ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി വ്യക്തിപരമായി ഓരോ കൂട്ടത്തിനനുസരിച്ച് വേറെ തഫ്ളീലുകളുണ്ട്, കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അള്ളാഹിൻ്റെ ഔലിയാക്കളെ, മലക്കുകളെ, മഹാന്മാരെ വഇന്ന ലില്ലാഹി ഹാളിറൻ യഹ്ബിസുഹു, ഒരു മഹാൻ അവിടെ ഹാളിറായി നിങ്ങളുടെ വാഹനത്തെ തടഞ്ഞു വെച്ച് തരുമെന്ന് മുത്തു റസൂലുള്ളാഹിൻ്റെ ലിസാനുൽ ഷരീഫ് സാദിഖുൽ മസ്തൂഖിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് അതെന്താ അത് പറ്റുമോ എന്നിങ്ങനെ സംശയിക്കുന്നവൻ അവൻ ഈ വൃത്തത്തിൻ്റെ ഉള്ളിലല്ല, അവൻ ഈ വൃത്തത്തിലെ അല്ല. അവൻ ഏതോ ഇബ്നു തൈമിയയുടെ വലയിൽപ്പെട്ട് അവൻ്റെ ഈമാൻ ചത്തുപോയവനാണ് അവൻ. ഇതാണ് ഇസ്തിഗാസക്ക് റസൂലുള്ളാഹി സുന്നത്താക്കിയതാണ് ഇസ്തിഗാസ. ഈ സുന്നത്തിനെ പറ്റിയാണ് ഷിർക്ക് എന്നൊരു കൂട്ടർ, ഒരു കൂട്ടർ കൊണല്ല എന്നൊരു കൂട്ടർ, ഒരു കൂട്ടർ കറാഹത്താണ്, ഒരു കൂട്ടർ ഹറാമാണ്. പല അഭിപ്രായം. ഇപ്പം ഇനിയും അഭിപ്രായങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വന്നാലും നമ്മുടെ പഴമ നമ്മൾ വിടാൻ സമ്മതിക്കരുത്. ഖുതുബിയത്ത് നിലനിർത്തണം. അത് ഈ നാടിൻ്റെ നന്മയാണ്, മുസ്ലിമീങ്ങളുടെ വിജയമാണ്. ആ ഏതിനെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു മജ്ലിസാണ് ഖുതുബിയത്ത് മജ്ലിസ്. ഖുതുബിയത്തിൻ്റെ രചയിതാവ് കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരാണ്. സദഖത്തുല്ലാഹിൽ ഖാഹിരി അല്ല. സദഖത്തുല്ലാഹിൽ ഖാഹിരി അതിലുള്ള ഖസീദയുടെ, അതിലുള്ള കവിതയുടെ രചയിതാവ് മാത്രമാണ്. ഖുതുബിയത്ത് എന്ന് പറഞ്ഞാൽ കവിത മാത്രമല്ല, അതിന് മുമ്പ് കുറേ ഫാത്തിഹകളുണ്ട്, ദുആകളുണ്ട്, എല്ലാമുണ്ട്. അതിൻ്റെ ശേഷം കുറേ ദുആകളുണ്ട്, കുറേ വിഷയങ്ങളുണ്ട്. അതിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എന്ന അന്നത്തെ വലിയ ഫഖീഹായ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതിയ, 50-ലേറെ ഗ്രന്ഥങ്ങളിൽ എഴുതിയ മഹാനായ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ പൊന്നാനി ഫരീദ വലിപ്പാപ്പാൻ്റെ മുരീദായ ഇന്ന് ഉളിയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്, സൂഫിയാണ്, ത്വരീഖത്തിൻ്റെ ഷെയ്ഖാണ്, ഖാദിരി ത്വരീഖത്തിൻ്റെ ഷെയ്ഖാണ്. ബഹുമാനപ്പെട്ടവർ ഈ അന്നത്തെ കാലത്ത് പ്ലേഗും വസൂരിയുമെല്ലാം വന്ന് ജനങ്ങളെ കൊന്നൊടുക്കുന്നതായിരിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ, അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ജനങ്ങളാകെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ
ജീലാനി പാപ്പയെ കൊണ്ട് തവസ്സുല് തേടിക്കൊണ്ട് വന്നതായ അപകടങ്ങളെ ഘട്ടത്തിൽ വന്നതായ കശ്ഫ് കൊണ്ടും അതുപോലെ ഇൽഹാം കൊണ്ടും മറ്റും മഹാന്മാർക്ക് കിട്ടിയ ദുആകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അപ്പുറം ഇപ്പുറം ദുആകളും ഫാത്തിഹകളും ചേർത്ത് ജീലാനി തങ്ങളുടെ ശിഷ്യന്മാരായ 13ഓളം ജിന്നുകളിലേക്ക് ഫാത്തിഹ ഓതി മദ്ഹബ് തംറയാത്ത് അസ്തഹല് കൂഷി അഹ്മർ ഷൗഗാൽ കഷ്കഷ് ലൈഹൂഷ് ബർഖാൻ ഹദ്ലയാജ് നജ്സഹ് ലഷ്തൂഷ് മൈമൂൻ സ്വനഅക് സസത ദഷ്കൂഷ് അബിയദ് ശംഹൂർ ദൗബ എന്ന് പറയുന്ന ജിന്നുകളിലേക്ക് ഫാത്തിഹ ഓതി അവർ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശിഷ്യന്മാരായി ജീവിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ ശിഷ്യന്മാരായി ജീവിച്ചിട്ടുണ്ട്. ജീലാനി തങ്ങളെ ശിഷ്യന്മാരായും ജീവിച്ചിട്ടുണ്ട്. അതിൽ ശംഹൂർഷ് എന്ന് പറയുന്ന ജിന്ന് മാത്രമേ വഫാത്തായ വീരൻ നമ്മുടെ കയ്യിലുള്ളൂ. അവർ വഫാത്തായ വീരൻ മുറാദി തങ്ങൾ സിൽഖുദ്ദുറർ ഫീമൻ ആഷഫി സാനി ഫീൽ ഖർനിൽ സാനി അഷർ എന്ന ഗ്രന്ഥത്തിൽ നാബൽസിയെ തൊട്ട് ഉദ്ധരിച്ചതായി കാണാം. ബാക്കിയുള്ള ജിന്നുകളൊന്നും വഫാത്തായ വീരൻ നമ്മൾ കേട്ടിട്ടില്ല. അവർക്ക് ഫാത്തിഹ ഓതി അവരുടെയും കൂടെ സഹായം ചോദിച്ച് അവർ ജീലാനി തങ്ങളെ വിളിച്ച് അള്ളാഹുവിനോട് സങ്കടം പറയുന്ന മജ്ലിസാണ് ഖുതുബിയത്തിൻ്റെ മജ്ലിസ്. അത് ഒരുമിച്ച് കൂട്ടുമ്പോൾ ബഹുമാനപ്പെട്ട കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ അതിലേക്ക് സെലക്ട് ചെയ്ത ബെയ്ത്ത് സദഖത്തുല്ലാഹിൽ ഖാഹിരി ജീലാനി പാപ്പാനെ പറ്റി ചൊല്ലിയ ബെയ്ത്താണ്. അതിനെ ഖസീദത്തുൽ ഖുതുബിയ എന്ന് പറയും. അതിനെല്ലാം നമ്മൾ ഖുതുബിയത്ത് എന്ന് പറയുന്നത്. ഖുതുബിയത്ത് ഇതെല്ലാം കൂടി ആ മജ്മൂഅ് ആ മൊത്തമുള്ളതിനാണ് ഖുതുബിയത്ത് എന്ന് പറയുന്നത്. ഖുതുബിയത്ത് നീർച്ചാക്കിയാൽ ആ ബെയ്ത്ത് മാത്രം ചെല്ലാതുകൊണ്ട് വീടുകയില്ല. നമ്മളെ നാട്ടിൽ ഖുതുബിയത്ത് എന്നതിൻ്റെ ഇജാസത്ത് കൊടുത്തിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുസ്ലിയാർ നന്നമ്പർ. അള്ളാഹു കൊടുത്ത ദറജേറ്റി കൊടുക്കട്ടെ. ഓല കയ്യിൽ നിന്ന് ഞാൻ ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട് ഖുതുബിയത്തിൻ്റെ. അപ്പോൾ പറഞ്ഞത് ഖുതുബിയത്തിന് വിളിക്കണം, ഖുതുബിയത്ത് ചെല്ലണം. അവർക്ക് ഇജാസത്ത് കൊടുത്തത് ബഹുമാനപ്പെട്ട പാനായിക്കുൾ അബ്ദുറഹ്മാൻ മുസ്ലിയാരാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഖുതുബിയത്തിൻ്റെ ഇജാസത്ത് പ്രകാരം ചെയ്തു പോരുന്ന ഒരു മജ്ലിസാണ് ഖുതുബിയത്തിൻ്റെ മജ്ലിസ്. ഇബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ ഖുതുബിയത്തിൻ്റെ ഇജാസത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അവരുടെ ഉപ്പായത്തൊട്ടാണ് തന്നത്. അവരെല്ലാം ഖുതുബിയത്തിൻ്റെ ആളുകളായിരുന്നു. വൈലത്തൂർ ഉസ്താദ് ഔലിയാക്കന്മാരോട് സഹായം തേടുന്നതിൽ ജായിസാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. ബയാനുൽ ഹഖ് ഫി ജവാസി ത്വലബിൽ മഊനതി മിനൽ ഖൽഖ് എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥം തന്നെ ഷെയ്ഖുന വൈലത്തൂർ ഉസ്താദ് കറാമത്ത് എന്നോണം അക്കാലത്ത് തർക്കമില്ലാത്തൊരു വിഷയമായിരുന്നു അത് പണ്ഡിതന്മാരുടെ ഇടയിൽ. അതിനെപ്പറ്റി മാത്രം കിതാബ് എഴുതുകയും അത് ഞങ്ങൾക്ക് ഓതിത്തരുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ രേഖകളെല്ലാം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഖുതുബിയത്ത് വലിയ ബർക്കത്തുള്ളതാണ്. അത് ഒറ്റക്ക് അത് ഔസുലാമുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ്. ഒരു മഹാനുമായുള്ള ബന്ധം എങ്ങനെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. അത് ഔസുലാമനാവണമെന്നില്ല, റിഫായ് ഷെയ്ഖ് ആയാലും വേണ്ടിയില്ല.